ജാർഖണ്ഡിൽ മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയുടെ ജോലിക്കാരൻ്റെ വീട്ടിൽ ഇ ഡി ഇപ്പോൾ റെയ്ഡ് നടത്തുന്നു. വൻതോതിൽ പണം പിടിച്ചെടുത്തുവെന്നാണ് പുറത്തു ലഭിക്കുന്ന വിവരം. മന്ത്രി അലങ്കേറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ സഞ്ജീവ് ലാലിൻ്റെ സഹായിയുടെ വീട്ടിലാണ് ഈ ഇ ഡി റെയ്ഡ് അരങ്ങേറുന്നത്. പിടികൂടിയ പണം എണ്ണി തിട്ടപ്പെടുത്തിയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അറസ്റ്റിലായ ചീഫ് എഞ്ചിനീയർ വീരേന്ദ്ര റാവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ റെയ്ഡ് നടത്തിയത് ഇ ഡി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഡൽഹിയിൽ നിർണായക സ്വാധീനമാണ് ദക്ഷിണേന്ത്യയിലെ വോട്ടുകൾക്ക്. മുഴുവൻ സീറ്റിലും വിജയപ്രതീക്ഷയിലുള്ള BJP ദക്ഷിണേന്ത്യൻ നേതാക്കളെ കൂടി കളത്തിലിറക്കിയിരിക്കുന്നുവെന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. 20 ലക്ഷത്തോളം ദക്ഷിണേന്ത്യക്കാരാണ് ഡൽഹിയിലെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലുള്ളത്. പല മണ്ഡലങ്ങളിലും ദക്ഷിണേന്ത്യൻ വോട്ടുകൾ വിജയത്തെ സ്വാധീനിക്കും. തമിഴ് സംഗമം, മലയാളി കൂട്ടായ്മ പരിപാടികൾ സംഘടിപ്പിച്ച് വിജയം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് BJP. തമിഴ് വോട്ടുകൾക്ക് ആവേശം പകരാൻ തമിഴ്നാട് BJP അധ്യക്ഷൻ കെ അണ്ണാമലയാണ് രംഗത്തിറക്കിയത്. வருகின்ற பாராளுமன்ற தேர்தலில் மே 25ஆம் தேதி புதுடெல்லியில் 7 இடத்திலும் கூட 7க்கு 7 இந்த முறை பாரதிய ஜனதா கட்சி வெற்றி பெற்று வர வேண்டும். 7 இடத்திலும் கூட நம்முடைய பாரதிய ஜனதா கட்சியினுடைய பாராளுமன்ற உறுப்பினர்களை அனுப்பி வைக்க வேண்டும் என்பதற்காக இங்கே வந்திருக்கின்றோம். പതിവ് ശൈലിയിൽ നിന്ന് മാറി മുണ്ടുടുത്താണ് ഡൽഹി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ചദേവിന്റെ പ്രചാരണ വേദികളിലെ സാന്നിധ്യം. दिल्ली में सभी प्रांतों के लोग रहते हैं, इधर साउथ इंडिया भी है, बंगाल भी है, नॉर्थ ईस्ट भी है. तो दिल्ली तो एक छोटा भारत है, तो जितने भी यहाँ भाई बहन रहते हैं हम सबका सम्मान करते हैं और सबके साथ मिलकर दिल्ली को बढ़ाना चाहते हैं. മലയാളി വോട്ടുകൾ ഉറപ്പിക്കാൻ കേരളത്തിലുള്ള BJP നേതാക്കളും ഡൽഹിയിൽ പ്രചാരണത്തിനായി കളത്തിലിറങ്ങും. 24 ഡൽഹി.